ഒറ്റ കഥ. എഴുതിയത് തനൂജ ഭട്ടതിരി. മുറ്റത്ത് കാർ വന്നതറിഞ്ഞില്ല. മൊബൈലിൽ ഇയർഫോൺ വെച്ച് സന്തോഷത്തോടെ പാട്ട് കേട്ട് കണ്ണടച്ചിരിക്കുകയായിരുന്നു ചിത്രസാക്ഷി. കാറിന്റെ ഡോർ വലിച്ചടയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ചിത്ര തല ഉയർത്തി നോക്കിയത്. അയ്യോ, രമ്യയാണല്ലോ. രമ്യ സാക്ഷി മകളാണ്. വല്ലാത്ത ആധി ശ്വാസത്തിലേക്ക് പടർന്നു. ചിത്ര വാതിൽ തുറന്നു. അമ്മ ഒറ്റയ്ക്കിങ്ങനെ ഈ വീട്ടിൽ കഴിയുന്നത് തീരെ ശരിയല്ല. ഈയിടെ ഇവിടൊക്കെ കള്ളന്മാരുടെ ശല്യം ഏറെയാന്ന് എലിസബത്ത് ആന്റിയും പറഞ്ഞിരുന്നു. സിറ്റിയിൽ തന്നെ നമ്മുടെ 2 ഫ്ലാറ്റുകൾ പൂട്ടിക്കിടക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒന്നിലേക്ക് അമ്മയ്ക്ക് മാറിയാൽ എന്താ? ഈ പഴയ വീട്ടിലാണെങ്കിൽ അപ്പടി പൂപ്പലും ഈർപ്പും. ഒരു ദിവസം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് അലർജിയാവും. പറഞ്ഞു മതിയായി. ആര് കേൾക്കാനാ? രമ്യയുടെ പരാതി. അവൾക്കറിയാം അതുകൊണ്ട് ഗുണമൊന്നുമില്ലെന്ന്. എന്നാലും പരാതി പറച്ചിൽ അവൾ മുടക്കാറില്ല. രമ്യയെ ചേർത്ത് പിടിച്ചു. അവൾക്കതിഷ്ടായി. വാ പൂട്ടിക്കാനുള്ള ഒരു സൂത്രമായിരുന്നത്. അമ്മയ്ക്കിപ്പോ കാര്യമായ അസുഖമൊന്നുമില്ലല്ലോ. കുറച്ചു കാലം കൂടി ഇങ്ങനെ പോട്ടെ. ഇത്രയും നാൾ താമസിച്ച് ഈ വീട് വിടാൻ ഒരു മടി. മുന്നിലും പിന്നിലുമുള്ള വാതിലുകളൊക്കെ അടച്ചു പൂട്ടിക്കഴിഞ്ഞാൽ ഈ വീട് തികച്ചും സെക്യൂറാ. അതുമല്ല, ഞാൻ പകൽ പോലും ജനലുകളോ വാതിലുകളോ തുറക്കാറില്ല. പിന്നെ എത്രയോ വർഷം താമസിച്ച വീടല്ലേ. നല്ല ഇണക്കമുള്ള വീട്. ചുറ്റുപാടുള്ള വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ അറിയുകയും ചെയ്യാം. രമ്യ അസ്വസ്ഥയായി. അമ്മയിൽ നിന്ന് വിട്ടുമാറി നീങ്ങിയിരുന്ന് അവൾ കുറ്റപ്പെടുത്തി പറഞ്ഞു. അതാ പറഞ്ഞത്, ജനലും വാതിലും കൊട്ടിയടച്ച് കാറ്റും വെളിച്ചവും കേറാത്ത ഈ വീട്ടിൽ താമസിച്ച അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഇപ്പോഴേ നാട്ടുകാർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ചിത്ര രമ്യയെ നോക്കി. ഭ്രാന്താണോ ഇത്ര വലിയ കാര്യം എന്ന മട്ടിൽ. ചിത്ര ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഇല്ല മോളെ, ഈ വീട്ടിൽ നിന്നും മാറിയാലാ എനിക്ക് പ്രശ്നം. അപ്പോഴാ ഇല്ലാത്ത ഭ്രാന്ത് വരിക. പിന്നെ നാട്ടാര് അവരെന്തും പറഞ്ഞോട്ടെ. രമ്യ അമ്മയെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിക്കണമെന്ന് ആലോചിക്കുകയായിരുന്നു. ഇത്തവണ എന്തായാലും ഒരു തീരുമാനമെടുക്കാതെ തിരികെ പോകാൻ വയ്യ. എപ്പോഴും ഇങ്ങനെ ഓടി ഓടി വരുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. മക്കളെ വേറെ ആൾക്കാരെ ഏൽപ്പിച്ചു വേണം വരാൻ. അമ്മ, ഞാൻ ചില കാര്യങ്ങളൊക്കെ അങ്ങ് തീരുമാനിക്കും. അതനുസരിച്ചേ പറ്റൂ. 2 ബെഡ്റൂം ഫ്ലാറ്റ് അമ്മയ്ക്ക് നല്ലത്. ഒരു റൂം അമ്മയുടെ ആഗ്രഹം പോലെ അമ്മയ്ക്കുള്ള എഴുത്തുമുറിയാക്കാം. അമ്മ എപ്പോഴും പറയാറില്ലേ ഓൺസ് ഓൺ റൂം എന്ന ബുക്കിനെ കുറിച്ച്? അതുപോലെ ഒന്ന് നമുക്ക് ശരിയാക്കാം. ആവശ്യമുള്ള പുസ്തകങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിയാൽ അമ്മയ്ക്കത് നല്ല സൗകര്യമായിരിക്കും. പല്ലിയും പാറ്റയും എലിയുമുള്ള ഈ പഴയ വീടിന്റെ കാലം കഴിഞ്ഞു. ഇത് പൊളിച്ചു കളഞ്ഞ് നമുക്ക് പുതിയ വീട് വെക്കണം. രമ്യയെ അനുനയിപ്പിച്ചേ പറ്റൂ. ഈ വീട് വെച്ചിട്ട് അത്രയ്ക്കങ്ങ് വർഷങ്ങളൊന്നും ആയിട്ടില്ല. കൂടിപ്പോയാൽ ഒരു 40 വർഷം. കുറച്ചുകൂടി കഴിയട്ടെ, എന്നിട്ട് ഇത് പൊളിച്ചു പണിയാം. രമ്യക്ക് എങ്ങനെയും ഈ പ്രശ്നങ്ങൾ ഒന്ന് തീർത്താൽ മതി. കൂടപ്പിറപ്പുകൾ 2 വിദേശത്തായതുകൊണ്ട് അവർക്ക് അമ്മയെ കൊണ്ടുള്ള ബുദ്ധിമുട്ടും ഈ വീടിന്റെ കാര്യവും ഒന്നും അറിയണ്ട. തന്റെ ഗതികേട് ഓർക്കുകയായിരുന്നു അവൾ. വേറെ എന്തൊക്കെ ചെയ്യാനുണ്ട് ജീവിതത്തിൽ? പറഞ്ഞാൽ അനുസരിക്കാത്ത ഈ അമ്മയുടെ പുറകെ നടന്നാൽ മതിയോ? ഓരോ ചെറിയ കാര്യത്തിനും ഓടി വരണം. എത്ര നാളായി ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങിയിട്ട്? അമ്മയ്ക്ക് എന്തത്ര വാശി? ദുർവാശികൾ നല്ലതല്ലാന്ന് തന്നെയല്ലേ അമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്? ചിത്രയ്ക്ക് മടുത്തു തുടങ്ങി. നല്ലൊരു പാട്ട് കേൾക്കുകയായിരുന്നു. സമാധാനത്തോടെ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യുന്നത് ഈ അടുത്ത കാലത്താണ്. എല്ലാവരും ജീവിതത്തിൽ നിന്ന് വിട്ടുപോയതിനു ശേഷം വിരസമായ സമയത്തിന്റെ ദൈർഘ്യത്തെ കൃത്യമായി വെട്ടിക്കളയാൻ പറ്റുന്നുണ്ടിപ്പോൾ. അതിനിടയിലാണ് രമ്യയുടെ ഇത്തരം ഇടപെടലുകൾ. മക്കളായാലും ക്ഷമിക്കുന്നതിന് ഒരു അതിരുണ്ട്. നോക്കൂ രമ്യ, ദുർവാശിയും പിടിവാശിയും ഒന്നുമില്ല. ഇത്രയും കാലത്തെ പരിചയമുള്ള സ്ഥലം, വീട്, അത് വിടാനൊരു മടി. പിന്നെ എഴുതുമ്പോൾ എനിക്ക് ഇവിടെ ഈ ജനൽപ്പടിയിൽ വെച്ച് എഴുതാനാ ഇഷ്ടം. അതല്ല, നിനക്ക് എന്താണ് എന്നെ ഇവിടുന്ന് മാറ്റിയിട്ട് ഇത്ര അത്യാവശ്യം? വെറുതെ ഓരോ തവണ വരുമ്പോഴും നീ ഇങ്ങനെ വാശി പിടിക്കണ്ട. എന്റെ അമ്മ ചുമ്മാ മുട്ടാപ്പോക്ക് പറയല്ലേ. എവിടെയാണേലും എഴുതാൻ പറ്റില്ലേ? പിന്നെ എന്റെ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരുടെയും പ്രശ്നം അമ്മ തനിച്ചിവിടെ താമസിക്കുന്നതാണ്. അമ്മയ്ക്ക് വയസ്സ് എത്രയായി എന്നറിയുമോ? രമ്യ മുറിയിലാകെ കറങ്ങി തിരിഞ്ഞു വന്ന് ജനൽപ്പടിയിൽ കയറിയിരുന്നു. മേശപ്പുറത്തിരുന്ന പുസ്തകം തുറന്നു നോക്കിക്കൊണ്ട് ചിത്ര തലതാഴ്ത്തി മന്ത്രിക്കും പോലെ പറഞ്ഞു. എവിടെ ഇരുന്നാലും എഴുതാൻ പറ്റില്ല. ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടം തോന്നും പോലെ ഇരിക്കണം. രമ്യ കഴിയുന്നത്ര സംയമനം പാലിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ എപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് അവൾക്ക് പോലും അറിയില്ല. അമ്മ 4 പേര് അറിയുന്ന ആളാ.
ശരി, സമ്മതിച്ചു. എന്നാലും ഇത്രയും പ്രായമായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ വേണമെങ്കിൽ ഫ്ളാറ്റിൽ ചെയ്യാമല്ലോ. അമ്മ പറയുന്നതൊക്കെ ചെയ്യിക്കാം. വീട് മാറ്റങ്ങൾക്ക് കുറെ നല്ല കാര്യങ്ങളുമുണ്ട്. അമ്മയ്ക്ക് കൂടുതൽ പുതുമയുള്ള കഥകൾ എഴുതാൻ പറ്റും അവിടെ. രമ്യ പ്രചോദിപ്പിക്കുകയാണ്. ചിത്ര ചിരിച്ചു. വേണ്ട കുട്ടി, ഈ സൗകര്യങ്ങളൊക്കെ മതി. ഇങ്ങനെയൊക്കെ എഴുതിയാൽ മതി. എനിക്കിവിടെ ഒറ്റയ്ക്ക്, അതാ സുഖം. രമ്യ പൊട്ടിത്തെറിച്ചു. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. ഞാനല്ല, ഞങ്ങൾ എല്ലാവരും. ആര് പറഞ്ഞാലും ഒന്നും അനുസരിക്കില്ല. പ്രായമായാൽ മക്കൾ പറയുന്നത് അനുസരിക്കണം. ഇനി ഇത് പറയാൻ ഞാൻ വരില്ല. ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്തോ. തടി പോലെ 3 മക്കളുണ്ടായിട്ട്, അതും നാട്ടിൽ ഒരുത്തി ഉണ്ടായിട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചോ. സമാധാനമാകുമല്ലോ. ചിത്ര ഉത്തരമൊന്നും പറഞ്ഞില്ല. അറിയാം, മക്കൾ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. ഫ്ളാറ്റിലാകുമ്പോൾ സെക്യൂരിറ്റി ഉണ്ട്, മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉറപ്പിക്കാനും പറ്റും. മക്കളെ ആരും കുറ്റം പറയുകയുമില്ല. കുറച്ചു നേരം കൂടി ആ മുറിയിൽ ഇരുന്നിട്ട് രമ്യ മുഖം വീർപ്പിച്ചെണീറ്റ് അകത്തേക്ക് പോയി. അവളോട് എന്തു പറയാനാണ്? മുമ്പ് വളരെ പണ്ട് വലിയ തിരക്ക് പിടിച്ച വീടായിരുന്നു. ആളുകൾ കയറി ഇറങ്ങുന്ന വീട്. ആരെപ്പോൾ വരും എപ്പോൾ പോകും എന്ന് പറയാൻ പറ്റാത്തിടം. അന്ന് വീട്ടിൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷെ നിറയെ ആൾക്കാർ ഉണ്ടായിരുന്നു. സൗകര്യങ്ങൾ കൂടുന്തോറും എന്തുകൊണ്ടോ വീട്ടിനുള്ളിലെ തിരക്ക് കുറഞ്ഞു വന്നു. പിന്നീട് വീട്ടിലെ തിരക്കുകൾ മുഴുവനായും ഒഴിഞ്ഞു. പുറത്തുനിന്ന് ആരും വരാതെയായി. പഴയ തറവാട് ഇരുന്നിടത്താണ് പുതിയ വീട് വെച്ചത്. തറവാട്ടിൽ കൂടെ ഉണ്ടായിരുന്ന മുത്തശ്ശൻ, അമ്മാവൻ, ചിറ്റ, അച്ഛൻ, അമ്മ എല്ലാവരും പോയി. ഭർത്താവും മക്കളും മാത്രമായുള്ള ഒരു ജീവിതമായിരുന്നു പിന്നെ കുറച്ചു കാലം. മക്കളൊക്കെ വളർന്നു, അവർക്ക് ജോലിയായി, വിവാഹം കഴിഞ്ഞു, പലയിടത്തായി അവർ. രവിയേട്ടനും പോയി. പിന്നെ ഒറ്റയ്ക്കായി. ഏകാന്തതയുടെ സുഖം ആദ്യമായി അനുഭവിച്ചു തുടങ്ങി. ഏകാന്തത എന്തൊരു അനുഭൂതിയാണ്! അതിന് ഇത്രയേറെ സ്വസ്ഥതയോ! മകൻ പറഞ്ഞു ഒരിക്കൽ, ഞാൻ എന്റെ ജോലി രാജിവെക്കാൻ പോകുകയാണ്. അന്യനാട്ടിൽ കഷ്ടപ്പെട്ട് ആവശ്യത്തിന് കാശൊക്കെ ഉണ്ടാക്കി, അത് മതി. അമ്മ ഇപ്പൊ ഒറ്റയ്ക്കല്ലേ, ഒരു ഹെൽപ്പറെ പോലും കൂടെ നിർത്തില്ല. അമ്മ അങ്ങോട്ടൊന്നും വരികയുമില്ല. പിന്നെ എനിക്ക് ജോലി കളഞ്ഞല്ലേ പറ്റൂ. സമ്മതിച്ചില്ല. അവന്റെ ജീവിതത്തോടുള്ള കരുതൽ മാത്രമല്ല കാരണം, സ്വന്തം സ്വാർത്ഥതയും അതിലുണ്ടായിരുന്നു. തനിയെ ജീവിക്കുന്ന സുഖം മതിയായിട്ടില്ല. പഴയ കാലത്തുണ്ടായിരുന്ന വീട്ടുബഹളത്തിലേക്കും തിരക്കിലേക്കും പോകാൻ ഒട്ടും താല്പര്യമില്ല. ആരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കണം. ഇനിയുള്ള കാലം കൂടെയുള്ള എല്ലാവരും കൃത്യ അകലത്തിൽ മതി. ഓർമ്മയില്ലാതെ വീണുപോയാലോ, എണീറ്റ് നടക്കാൻ ആവതില്ലെങ്കിലോ, അപ്പോൾ ആലോചിക്കാം. മക്കൾ 3 തുറന്നു പറഞ്ഞു. എന്നും എനിക്ക് ചുറ്റും നിറയെ ആൾക്കാരായിരുന്നു. ഇപ്പോ എനിക്ക് തനിയെ ജീവിക്കണം, ആരുമില്ലാതെ, ഒറ്റയ്ക്ക്. എന്തൊരു അഹങ്കാരം പിടിച്ച സ്ത്രീ എന്നൊരു പേര് കിട്ടി. ആര് കൂസുന്നു? ഒറ്റയ്ക്കാകുമ്പോൾ ശക്തി കൂടുന്ന അപൂർവം ചിലരേ ഉള്ളൂ. അന്നും രമ്യ ഇടപെട്ടു. ആദ്യമൊക്കെ ഇങ്ങനെ പറയും, ഒറ്റയ്ക്കായാൽ കുറച്ചു കഴിയുമ്പോൾ അമ്മയ്ക്കത് മുഷിയും. ആളുകളെ കാണാതെയൊന്നും അമ്മയ്ക്ക് പറ്റില്ല. മൂത്തവളും മോനും അനങ്ങിയില്ല. സാരമില്ല, മുഷിഞ്ഞോട്ടെ, എന്നാലും അങ്ങനെ മതി. ഒന്നും കൂടുതൽ ആലോചിക്കാൻ ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾ 3 കടന്നു പോയിട്ടും ഒട്ടും മുഷിഞ്ഞില്ലല്ലോ. എന്തൊരു ഇഷ്ടമാണ് എനിക്കെന്നെ. പ്രായമായി ഒറ്റയായപ്പോഴാണ് അത് അറിഞ്ഞതെന്നു മാത്രം. ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്ന ഒരു തരം വീർപ്പുമുട്ടൽ ബലൂണിന്റെ കാറ്റഴിച്ചു വിട്ടതുപോലെ തനിയെ താമസിച്ചു തുടങ്ങിയതിന്റെ ഗുണം. ഒരു ടെൻഷനുമില്ല. പലപ്പോഴും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് എത്ര ശല്യമാണെന്നോ അറിയാതെ പറഞ്ഞുപോയി. ഞങ്ങളും അമ്മയുടെ മക്കളും 3 പേരും ഒരേ ശബ്ദത്തിൽ അന്ന് ചോദിച്ചു. അതെ, മക്കളും കൊച്ചുമക്കളും അമ്മയും ഒക്കെ അങ്ങനെ തന്നെ. ഞങ്ങളുടെ കുട്ടിക്കാലത്തെ സ്നേഹമുള്ള അമ്മ മരിച്ചുപോയി എന്നാ തോന്നണേ, രമ്യ ദേഷ്യത്തിൽ പറഞ്ഞു. എന്നും വഴക്കാളി അവൾ തന്നെ. ഈ പിള്ളേർക്ക് എന്തറിയാം? ജീവിതം ജീവിച്ചു കഴിഞ്ഞ അമ്മയ്ക്ക് എന്തെല്ലാം സ്വന്തമായി ആഗ്രഹമുണ്ടാകും. ഏകാന്തതയെ ധ്യാനിക്കുക, കഥകൾ കവിതകൾ വായിക്കുക, പാട്ട് കേൾക്കുക, ടിവിയിൽ സിനിമ കാണുക, ഇഷ്ടമുള്ളപ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക, തോന്നുമ്പോൾ മാത്രം എഴുതുക, അല്ല തോന്നുമ്പോൾ തുടരെ എഴുതിക്കൊണ്ടിരിക്കുക. ഒരു എഴുത്തുകാരിയുടെ, ഒരു സ്ത്രീയുടെ സ്വാസ്ഥ്യം എന്തൊരു അനുഭൂതിയാണത്. അത് മക്കൾക്ക് പോലും മനസ്സിലാകണമെന്നില്ലല്ലോ. ഇടയ്ക്ക് വല്ലപ്പോഴും മക്കളും പേരക്കുട്ടികളും വന്നോട്ടെ, സന്തോഷമേ ഉള്ളൂ. പക്ഷെ കുറെ നേരത്തേക്ക് മതി. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ സ്വന്തം ലോകത്തേക്ക് തിരികെ പോണം. ഏകാന്തത വേണം, നിശബ്ദത വേണം. ഈ ഭൂമിയിൽ ഒറ്റയ്ക്കാണെന്ന് തോന്നണം. എന്തേ ഈ അമ്മയ്ക്ക് ഇങ്ങനെയൊന്നും ആഗ്രഹിക്കാൻ പാടില്ലേ? മക്കൾ വന്നാൽ അല്പം കഴിഞ്ഞാൽ അവർ പോകാനായാണ് പിന്നെ കാത്തിരിക്കുക. ഓൺസോൺ റൂം പോരാ, ഓൺസോൺ ഹൗസ് ആണ് വേണ്ടത്.
ചിത്ര വീടും സ്വന്തം ജീവിതവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു. മക്കളോട് ചിലപ്പോഴൊക്കെ ഡിസ്കണക്റ്റഡ് ആകുന്നത് കൊണ്ട് ഒരു സങ്കടവും തോന്നിയില്ല. അമ്മമാർക്ക് ഉണ്ടാകാറുള്ള കുറ്റബോധവുമില്ല. ഇപ്പോൾ രമ്യ മാത്രമല്ലേ നാട്ടിലുള്ളൂ, കുറ്റപ്പെടുത്താൻ അത് ശീലായി കഴിഞ്ഞു. ആരുമില്ലാത്തപ്പോൾ ഏലാതി തേച്ചു പിടിപ്പിച്ച് കുങ്കുമപ്പൂവ് ചേർന്ന് ചൂർണവും തേച്ച് കുളിച്ചീറൻമുടി വിടർത്തിയിട്ട് ശരീരത്തിൽ മുഴുവൻ ചന്ദനലേപം പുരട്ടി പൂർണ്ണ വിവസ്ത്രയായി വീടിനുള്ളിൽ കൂടി നടക്കാറുണ്ട്. നല്ല രസാണ്. പ്രായമൊന്നും അപ്പോൾ ഓർക്കില്ല. എന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് പാട്ട് കേട്ട് ഭക്ഷണം കഴിക്കും. തറയിൽ കിടന്ന് പുസ്തകം വായിക്കും. ശരീരമെന്ന വീണയിൽ ഉയരുന്ന ഗാനത്തിന് കാതോർക്കും. കൂടെ ഉറക്കപ്പാടും. ചിത്രസാക്ഷി എന്ന പേര് കുട്ടിയായിരുന്നപ്പോൾ അച്ഛൻ കൈപിടിച്ചെഴുതിച്ചത് ഒരിക്കലും മറന്നിട്ടില്ല. എഴുതിയപ്പോ ഓരോ അക്ഷരവും മാജിക്കലാണെന്ന് തോന്നി. ഇഴയുന്ന ഒരു സർപ്പം പോലെ എഴുതിയ പേര് എന്നിൽ കേറി. ചിലപ്പോൾ ഉന്മാദത്തിൽ കഥ എഴുതാൻ തുടങ്ങും. അപ്പോൾ എഴുതുന്ന ഓരോ അക്ഷരങ്ങളും സർപ്പങ്ങളായി മാറി ചുറ്റുമിഴയും. കാൽവിരലിൽ കുളിച്ചുറ്റി ശരീരമാകെ മുറുകെ മുറുകെ പിണയും. ശരീരത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന മനസ്സ് കണ്ടുപിടിക്കാൻ സർപ്പം അടിമുടി കൊത്തിക്കയറും. മൂർധാവിലാണ് അവസാന കൊത്ത്. അതോടെ എഴുത്ത് അവസാനിക്കും. ശരീരം പിടഞ്ഞ് തളർന്നു വീഴും. താഴെ അങ്ങനെ തളർന്നു കിടക്കുമ്പോൾ പരിചിതരും അപരിചിതരുമായി പലരും കഥയോടൊപ്പം വരും. പക്ഷെ അവരെല്ലാം വസ്ത്രം ധരിച്ചവരാണ്. നഗ്നത, അതിനെന്തിനു ഞാൻ നാണിക്കണം? ചെറുപ്പം കഴിയുമ്പോൾ നാണവും കഴിയും. നഗ്നത കൃത്രിമമല്ല, സത്യമാണ്. അടഞ്ഞ വാതിലിൽ കൂടി പ്രവേശിക്കുന്ന എഴുത്തുകാരോട് കഥയെക്കുറിച്ച് സംസാരിക്കും. പലവ്യഞ്ജന കടക്കാരനോട് അടുക്കള സാധനങ്ങളെ കുറിച്ചും. ചിലപ്പോൾ മക്കളും വരും. അവർ ചെറിയ കുട്ടിയായിരുന്നപ്പോഴുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പൊട്ടിച്ചിരിക്കും, കെട്ടിപ്പിടിക്കും. മക്കളെ അങ്ങനെയാണ് എനിക്കിഷ്ടം. അന്ന് നഗ്ന തുടകൾക്ക് മേലെ ഒരു പുസ്തകം വെച്ച് അതിനു മുകളിൽ കടലാസ് വെച്ച് കുനിഞ്ഞിരുന്ന് എഴുതുകയായിരുന്നു ഞാൻ. എഴുതാൻ തുടങ്ങിയതും കാറ്റിനൊപ്പം വന്നെത്തിയ എല്ലാവരും അടഞ്ഞ ജനലുകളിൽ കൂടി അപ്രത്യക്ഷരായി. കുനിഞ്ഞിരുന്ന് എഴുതിയപ്പോൾ പേന മുലകളിൽ ഉരുമ്മി. മക്കൾ മുല കുടിക്കും നേരത്തെന്ന പോലെ മുലഞ്ഞിട്ട് വിജൃംഭിച്ചുണർന്നു. ഉന്മാദലഹരിയിൽ വാക്കുകൾ പിറന്നു. പേനയിലെ നീലമഷി നുണഞ്ഞൂറ്റി കുടിക്കുന്ന എഴുത്ത്. ഒരു സ്ത്രീയുടെ നഗ്നതയെ എന്ന പോലെ അവളുടെ അക്ഷരങ്ങളെ ഭയക്കുന്നതെന്തിന്? പ്രസവത്തോടെ പുതുവഴിയെടുത്ത ചെറുപ്പമല്ലാത്ത സ്ത്രീ ശരീരം ഭയപ്പെടുത്തുന്ന പാഠശാലയാണോ? പേന കടലാസിൽ ആരുടെയും അനുവാദമില്ലാതെ കുത്തിക്കുറിക്കുന്നു. സമൂഹത്തിന് നഗ്നത ഒരു പ്രശ്നമാണ്, ഭാരമാണ്. സ്ത്രീക്ക് ഒറ്റയ്ക്ക് പോലും അതിന് അവസരം കൊടുക്കരുത്. ആരൊക്കെയോ വിളിച്ചു കൂവുന്നു, ചെവി കൊട്ടി അടച്ചതുപോലെ. രമ്യയെ അരികിലേക്ക് വിളിച്ചു. അപ്പോൾ അവൾ മകളാണെന്ന് പോലും തോന്നിയില്ല. ഏതോ ഒരു സ്ത്രീ. രമ്യ, നീ ഒന്നറിയണം. പെണ്ണിനെഴുത്ത് ഒരു സെക്ഷൽ ആക്ടാണ്. ശരിക്കും ഒരു രതിലീല. രതിമൂർച്ചയാൽ കോട്ടക്കൊത്തളങ്ങൾ തകർക്കുന്ന ഒരു പ്രവൃത്തി. അക്ഷരങ്ങളും വാക്കുകളും വാചകങ്ങളും ആശയങ്ങളും അനുഭവങ്ങളും ഒരു വികാര ലേഹ്യമായി പരിണമിക്കും. അത് നക്കി തിന്നുമ്പോൾ ഭൂമി വിറയ്ക്കും. എഴുത്തിനുള്ളിലെ രതി ഒരു അഗ്നിപർവ്വതമാണ്. ഏത് നിമിഷവും പൊട്ടാവുന്ന ഒന്ന്. അത് മനസ്സിലാക്കിയതിനു ശേഷമാണ് എനിക്ക് ഏകാന്തത നിർബന്ധമായത്. സ്വന്തം ശരീരവുമായി സ്വന്തം മനസ്സിന്റെ വേഴ്ച. നീ എന്നെ ഇവിടം വിടാൻ നിർബന്ധിക്കരുത്. രമ്യ അമ്മയെ ചേർത്തു പിടിച്ചു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ രമ്യയുടെ മടിയിലേക്ക് ചുരുണ്ട് ചിത്ര പറഞ്ഞു, ചുമ്മാതാണോ എനിക്ക് തനിയെ ഒരു വീട്? എന്റെ കഥാപാത്രങ്ങൾ പ്രണയിക്കുമ്പോൾ ഞാനും പ്രണയിച്ചു മരിക്കും. അവർ ദേഷ്യപ്പെട്ട് അലറുമ്പോൾ എനിക്കും കൂടെ അലറണം. കരയുമ്പോൾ കൂടെ ഉറക്കെ കരയണം. കഥാപാത്രം ഒരാളെ കൊല്ലുമ്പോൾ ഞാനും കൊന്നിരിക്കും. സൂക്ഷിക്കണം. പൂർണ്ണമായ ഒരു രതിയാവേശം കെട്ടടങ്ങും പോലെ എഴുത്തിലും മരണം സംഭവിക്കും. ഉയർത്തനീക്കാനുള്ള മരണരതിയുടെ പര്യായമാണ് എഴുത്ത്. രമ്യ ചിത്രയുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. കൈകാലുകൾ അനക്കാൻ പറ്റാതാകുന്നതുവരെ, ഓർമ്മ നശിക്കുന്നതുവരെ ഈ വീട്ടിൽ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കണം, പിന്നെ ഒറ്റയ്ക്ക് മരിക്കണം. രമ്യയ്ക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അമ്മയുടെ ധ്യാനാവസ്ഥയിലെ അടഞ്ഞ കണ്ണുകൾ തുറക്കുന്നത് കാത്ത് അവൾ അനങ്ങാതെയിരുന്നു. ചിത്രയുടെ കണ്ണുകൾ തുറന്നപ്പോൾ അതിനുള്ളിൽ രമ്യ അവളെ തന്നെ കണ്ടു. ഭ്രമിപ്പിക്കുന്ന ഏകാന്തതയാൽ ഒഴിഞ്ഞ ഒരിടം അവിടെ അവളെയും കാത്തിരിക്കുന്നു. താങ്ങാനാകാത്തൊരു ഭാരം പെട്ടെന്ന് രമ്യയെ ബാധിച്ചു. അവൾ വേഗം മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. ചിത്ര അവൾക്ക് പുറകിൽ വാതിൽ കുറ്റിയിട്ടു. ഹാ കഷ്ടം! ശരീരം വരിഞ്ഞു മുറുക്കി ചുറ്റിപ്പിടിച്ച സർപ്പത്തിന്റെ ദംശനം. വിഷവീര്യം കയറി ശരീരം നീലിക്കുന്നു. സകല രോമകൂപത്തിൽ കൂടിയും മഷിവിഷം പൊടിയുന്നു. അത് തറയിൽ ചുറ്റും കറുത്ത് തളം കെട്ടുന്നു. ചിത്രസാക്ഷിയുടെ മരണ ചടങ്ങുകൾക്ക് ശേഷം രമ്യ ആ പഴയ വീട്ടിൽ ഒറ്റയ്ക്കിരുന്നു. ആരോ തുറന്നിട്ട് ജനലുകളും വാതിലുകളും അടച്ചുപൂട്ടി അവൾ. അമ്മയിൽ കൊത്തിക്കയറിയ നീലസർപ്പം വീടിനുള്ളിൽ മറ്റാരും കാണാതെ പുസ്തക അലമാരിയുടെ ഇടയിൽ മഷി കുടിച്ച് തളർന്ന് ചുരുണ്ട് കിടന്നു. പെണ്ണിന്റെ പുതിയൊരു മണമുണ്ട് വായുവിൽ. ഇഴഞ്ഞു ചെന്ന് വരിഞ്ഞു മുറുക്കണം. സമയമായില്ല പോലും.